അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഇവിടെ കാണിക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും ഡീപ് ബ്രേസസ് റിലേറ്റഡ് ആണ്. തമിഴിൽ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് പിടിയിട്ട് കാണും. എൻ്റെ എല്ലാ വീഡിയോയിലും ഇൻട്രോ ഇത് ഏകദേശം ഇതണക്കൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു ലൈറ്റ് ഓഫായി, റിംഗ് ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഓഫായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു 8-9 മാസം വെയിറ്റ് ചെയ്തിരുന്നതാട്ടോ ഈ ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴന്ന് മുതലേ ആദ്യം മുതലുള്ള വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിരുന്ന് ഫൈനലി ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ആദ്യമേ ഉള്ളൊരു വീഡിയോ എടുക്കണമായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാനത് എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ എൻ്റെ പല്ലിൻ്റെ മാറ്റങ്ങൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. ആ വീഡിയോക്ക് ഞാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസായിട്ടുണ്ട്. പിന്നെ അല്ലാതെ വീഡിയോസായിട്ട് ഞാനിങ്ങനെ ഫോണിലിട്ടിരുന്നാലും ഈ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളതെല്ലാം കൂടി ഞാനിങ്ങനെ വെച്ചിരുന്നിട്ട് ആ ഒരു 1 month to ഒരു 9 months അത്രത്തോളം എൻ്റെ പല്ലിലിട്ടിട്ടുണ്ടായിരുന്നു കമ്പി. അപ്പോഴത്രയും നാളുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് ഒരൊറ്റ വീഡിയോ ആക്കാനാണ് നമ്മൾ ഭയങ്കര ആഗ്രഹം. കാരണം അന്ന് ആ സമയത്ത് യൂട്യൂബിൽ ഒരുപാട് പേര് അതായത് അന്ന് നമ്മൾ എന്തെങ്കിലും പല്ല് കമ്പി ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ പെയിൻ കാരണം ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ട് കാണുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ദിവസം നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് നോക്കുമായിരുന്നു. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി ഞാൻ ഇതുപോലൊരു വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും അതായത് ഈ പല്ലിൽ കമ്പി എടുത്തതിന് ശേഷമുള്ള വീഡിയോസിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയും പിന്നെ റീറ്റെയിനേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകണത്. അപ്പോൾ ഓരോ ക്ലിപ്പ് കാണിക്കുമ്പോഴും ഞാൻ അതിൻ്റെ പറയാം എന്തായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള ഓരോ സ്റ്റെപ്സ് ഞാൻ പറയുന്നതിൻ്റെ അന്നേരത്തേക്കുള്ള ഒരു അനുഭവങ്ങൾ ഞാൻ അതിൻ്റെ അകത്തൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. പല്ലിൽ കമ്പി ഇടുന്നതിന് മുന്നേ ഉള്ള എൻ്റെ പല്ലിൻ്റെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാനായിട്ട് പോണത്. എനിക്കിത് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും എൻ്റെ പല്ല് ഒരുപാട് ഉന്തിയിട്ടില്ല, എനിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് കമ്പി ഇട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 2 പല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും വലിയൊരു ഹോൾ. എൻ്റെ ദൈവമേ, ഫസ്റ്റ് ദിവസം എനിക്കിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. 2 പല്ലും പോയി ആ ഒരു ഭാഗം കാണുമ്പോഴത്തേക്കും ഒന്ന് ചിരിക്കാനോ ഒന്ന് കോൺഫിഡൻസ് ആയിട്ടൊന്ന് വാ തുറക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഫ്രണ്ടിൽ നിന്ന് 3ാമത്തെ പല്ലൊന്ന് കയറി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ സത്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ പല്ലെടുക്കണ്ടായിരുന്നു, പല്ലെടുക്കാതെ കമ്പി ഇട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളൊരു തോട്ടായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. കറക്റ്റ് ഒരു 9 മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് ആ ഒരു വീഡിയോക്കകത്ത് എൻ്റെ ഫേസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുറച്ച് അത്യാവശ്യം വണ്ണമുണ്ട്. കവിള് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു പല്ലെടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കവിളൊക്കെ ഒട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് എങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ പല്ലെടുക്കുമ്പോഴത്തേക്ക് കവിൾ ഒട്ടും എന്നുള്ളത്. ഞാൻ ശരിക്കും വിചാരിച്ച എൻ്റെ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, കാരണം കവിള് പോകത്തില്ല എന്നൊക്കെ വിചാരിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ കവിള് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ലെടുത്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം മുത്തൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അഥവാ ബ്രാക്കറ്റ്സ്. ഇതുപോലെ ഒട്ടിച്ചതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തൊക്കെ ഇതുപോലെ ചുണ്ടിൽ തട്ടിയിട്ട് എനിക്ക് നല്ല രീതിയിൽ വായൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് പല്ലെടുത്ത സമയത്ത് അത്ര വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മുത്തൊട്ടിച്ച സമയത്ത് ഇതുപോലെ വായ പൊട്ടുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ അതിന് ശേഷം കമ്പിയൊക്കെ ഇട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അന്ന് ഞാൻ എടുത്തൊരു വ്ളോഗാണ്, ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോയത്. അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊന്നും ചിക്കൻ കഴിക്കാറില്ല, അതായത് ഇതുപോലെ കടിച്ച് കഴിക്കാറില്ല. അല്ല, ഞാൻ നല്ല രീതിയിൽ ഈ ഒരു പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പല്ലിൽ കമ്പി ഇട്ടുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്, എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ആ റബ്ബർ ബാൻഡ്സ് പിടിച്ചിട്ടേക്കുന്ന മോളാർ റിങ്ങിലാണ്. അപ്പോൾ മോളാർ റിങ്ങുള്ള പല്ലിലാണ് കേട്ടോ ആ ഒരു വൈറ്റ്. ഇതുപോലെ നമുക്ക് ആ ഒരു റിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അത് ഫില്ല് ചെയ്തിട്ടാണ് ഇതുപോലെ റിങ് ഇടുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ പല്ലിലെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നത്, ഒരു പേസ്റ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അത്. ഈ ഒരു ദിവസമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായിരുന്നേ. അതായത് ആ ഒരു വൈകുന്നേര സമയത്ത്, ഞാനൊരു ഉച്ച സമയത്താണ് ഞാൻ പോയി റബ്ബർ ബാൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മോളാർ റിങ് തട്ടിയിട്ട് ഇതുപോലെ നാക്കിൻ്റെ സൈഡിലും കവിളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിപ്പം ബ്രാക്കറ്റ്സ് ഒട്ടിച്ച് അന്നത്തെ ഒരു വീഡിയോ ആണ്. അത് ഇടയ്ക്ക്
ആഡായിപ്പോയതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പാണ് ശരിക്കും പറഞ്ഞാൽ പല്ലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈഡിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലൊന്ന് ചിരിക്കാൻ പോലുള്ള കോൺഫിഡൻസ് അന്നൊന്നും എനിക്ക് ഒട്ടും ഇല്ലായിരുന്നെന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഇതും റബ്ബർ ബാൻഡ്സ് ഇട്ട ഒരു സമയമാണ്. നമുക്കിതുപോലെ 3 ആഴ്ച കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടർ ഇതുപോലെ റബ്ബർ ബാൻഡ്സ് ഒക്കെ മാറ്റിയിട്ട് തരുന്നതായിരിക്കും. അന്നത്തെ എൻ്റെ മെയിൻ പരിപാടിയായിരുന്നു ഇതുപോലത്തെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത്. ഓരോ ദിവസം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളൊരു നോട്ടാണ്. പിന്നെ അതിനുശേഷം കുറേ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പല്ലിൽ പവർ ചെയിൻസ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോഴുള്ളൊരു വീഡിയോ ആണ് ഇത്. അന്ന് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഭയങ്കര പെയിനായിരുന്നു. അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഉപ്പുവെള്ളമൊക്കെ വായിൽ കൊള്ളുമായിരുന്നു. എങ്കിലും നോ രക്ഷ. ഒരു ടെമ്പററി റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ ഈ കാണുന്നൊരു ഫോട്ടോ പല്ലിലെ കമ്പി എടുക്കാറായപ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോസാണ് അതൊക്കെ. പിന്നെ ഫൈനലി ഒരു 9 months ജേണിക്ക് ശേഷം നമ്മുടെ പല്ലിൽ കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു ഫോട്ടോ ഞാൻ പല്ലിൽ കമ്പി എടുത്തിട്ടുണ്ട്. ഓൺ ദ സ്പോട്ടിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ഞാൻ കാണിച്ച ഒരു ഫോട്ടോയാണ്. അതായത് ഞാൻ പല്ലിൽ നിന്ന് കമ്പി എടുത്തിട്ട് ആ ഒരു സ്പോട്ടിൽ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ അത്. അതായത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് സത്യമായിട്ട് ഞാനിത് മനഃപൂർവ്വം തെറ്റിക്കുന്നതല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ സ്പീഡിന് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ തെറ്റിപ്പോണതാണ്. ഈ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോയാണ് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തത്. അതായത് ആദ്യമായിട്ട് പല്ലിന് കമ്പി മാറ്റിയതിന് ശേഷം ഞാൻ എടുത്തൊരു ഫോട്ടോയാണത്. കാരണം ഞാൻ കുറേ സമയം എൻ്റെ ഞാൻ പറഞ്ഞു തരുന്ന ആ ഒരു വീഡിയോക്കകത്ത് ഞാനത് ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണത്. ഭയങ്കര സന്തോഷമായി എന്നുള്ള രീതിയിൽ, അതായത് ഒരു പല്ല് ഇങ്ങനെ ഒരു ദിവസം എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചോ ഇന്നായിരുന്നല്ലോ ഒന്ന് പല്ലിൽ കമ്പി എടുത്ത്, അതായത് എന്തോ പറയുക ഭയങ്കര സന്തോഷത്തോടെ ഞാനിങ്ങനെ ഫോട്ടോ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണ് അത്. പിന്നെ ഇപ്പോഴത്തെ പല്ലിൻ്റെ കണ്ടീഷൻസൊക്കെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നതാണ്. ഓക്കെ, പിന്നെ അന്നും എനിക്ക് ഈ ഗ്യാപ്പ് കുറച്ച് ഫില്ലാവാനുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ താഴെ ഈ 2 സൈഡിലോട്ട് ഗ്യാപ്പ് ഫില്ലാവാനുണ്ട്. അത് സ്റ്റിൽ എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിന് റീറ്റെയിനേഴ്സൊക്കെ ഇട്ട് മാറ്റിയെടുക്കണം. ഇനി എന്തായാലും എനിക്കിനി നെക്സ്റ്റ് വീക്ക് എനിക്ക് പോയിട്ട് ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പല്ലെടുത്തതുകൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ എടുത്തത് കേട്ടോ. പല്ലെടുത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ലായി വരണ്ടേ. എനിക്ക് പല്ലെടുക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. കാരണം എൻ്റെ പല്ല് ഞാൻ വിചാരിച്ച രീതി ആവണമായിരുന്നെങ്കിൽ പല്ലെടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡ്യൂറേഷൻ എടുത്തത്. ഓക്കെ, അപ്പോഴത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ പല്ല് കണ്ട് ഇങ്ങനെയാണ്. റീറ്റെയിനേഴ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ പല്ലിൽ ഇപ്പോഴും. ഓക്കെ, ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വീക്കിന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തൊട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ വീഡിയോയിലിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ പല്ല് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അതായത് ആ ഒരു പല്ല് ഒരു സൈഡിൽ നിന്ന് 2 പല്ല് എടുക്കുമല്ലോ. അതായത് ഇവിടുന്ന് താഴെ നിന്ന് മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഭയങ്കര ഒരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പോഴും നമുക്ക് എന്തോ പോലെയാണ്. കാരണം കാണുമ്പോഴത്തേക്കും നമുക്ക് നേരെ ചൊവ്വേ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ചിരിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനായിട്ട് നിന്നപ്പോഴത്തേക്ക് പല്ലെടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഞാൻ അത്ര ചിന്തിച്ചില്ല. പക്ഷെ പല്ലെടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ചിരിക്കാൻ പോലും ഒട്ടും കോൺഫിഡൻസ് കിട്ടത്തില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കണ്ട ഒരു ഫോട്ടോസിലൊക്കെ കണ്ടല്ലോ. അതായത് അത്രയും വലിയൊരു ഹോളായിട്ട് ഡെയിലി കണ്ടാൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും നോക്കി ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്കോ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും ഇവിടെ എന്താ പല്ലില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. നമുക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ. ഞാൻ ചിരിക്കാതെ മാക്സിമം ഇങ്ങനെയൊക്കെ ചിരിച്ച് അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അങ്ങനത്തെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നെന്ന് അർത്ഥം. അപ്പോഴാ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ പല്ല് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പല്ല് ഓരോ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് മാറ്റാം. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടേക്ക് ഗ്യാപ്പ് വീഴുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിട്ടൊക്കെ അന്ന് തോന്നി. പിന്നെന്തായാലും ഫൈനലി കുഴപ്പമൊന്നുമില്ലാതെ മാറിയെന്ന് പറയാം. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ഉണ്ട് കുറേ കാലമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കേട്ടോ, ഈ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു റീറ്റെയിനേഴ്സ് ഇട്ടിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് 2 ദിവസം അന്ന് ഞാൻ വീഡിയോ ഇട്ടുന്ന സമയത്തൊന്ന് കുറച്ച് ദിവസം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത് ഇട്ടിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇനി ഷെയർ ചെയ്യുന്നപ്പോഴത്തേക്ക് ഇനിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.